സോ ഹായ് ഹലോ എവ്രി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റിയുടെ ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഇൻട്രാഡേ ലെവൽ ഡിസ്കസ് ചെയ്യും കേട്ടോ, ഫോർ ലേണിംഗ് പർപ്പസ്. ഞാൻ ഇന്ന് മുതൽ ബാങ്ക് നിഫ്റ്റിയുടെയും ലെവൽസ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഒന്ന് ബാങ്ക് നിഫ്റ്റി ലിങ്ക് പിടിക്കാം, കാരണം ഒത്തിരി പേര് നമ്മുടെ ഫ്രണ്ട്സൊക്കെ എല്ലാവരും കൂടി ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാറുണ്ട് റെഗുലർ ബേസിസ്. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നിഫ്റ്റി ലെവൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ഇൻട്രാഡേ ലെവൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതുപോലെ ഇനി ബാങ്ക് നിഫ്റ്റിയിൽ കൂടി നമുക്ക് ആഡ് ചെയ്യാം ഇന്നു മുതൽ. പിന്നെ ഇൻ ഫ്യൂച്ചർ നമുക്ക് മറ്റ് ഇൻഡെക്സ് കൂടി ഫിൻ നിഫ്റ്റി കൂടി നമ്മൾ ഇനി അതിൽ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങും, ആഡ് ചെയ്യും ഞാൻ അതിൽ. പിന്നെ അതിൻ്റെ ലെവൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങും. ഒത്തിരി പേര് നമ്മുടെ ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി എല്ലാം കൂടി മിക്സ് ചെയ്ത് ചെയ്യാറുണ്ട്. സോ നമ്മുടെ ഇനി വീഡിയോയിൽ കിടക്കാം. ഫസ്റ്റ് നമ്മൾ നിഫ്റ്റിയുടെ അനാലിസിസ് നമ്മൾ തുടങ്ങും. നിഫ്റ്റി ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിലുണ്ടല്ലോ, ഞാൻ ഇത് ഇപ്പോൾ വരച്ച് വെച്ചേക്കുന്ന എല്ലാം ഫുള്ളി ചാർട്ട് ലാസ്റ്റ് വീഡിയോയുടെ ചാർട്ടാണ്. ആസ് യൂഷ്വൽ ഇതിനകത്ത് ഞാൻ മാറ്റി വരുത്തിയിട്ടില്ല, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് എനിക്ക്. ഞാൻ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ അതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ നിഫ്റ്റി ഈ ഒരു ചാനലാണിത്, കണ്ടോ, ഇത് ഗ്രീൻ ലൈൻസ് കൊണ്ട് ഞാൻ ചാനൽ വരച്ചിട്ടുണ്ട്. ആ ചാനലിൻ്റെ ഈ ഒരു പോർഷൻ ഗ്രീൻ ബോക്സ് ബൈങ് സോൺ ആയിരുന്നു. ഇതിൻ്റെ ബിലോ പോവുകയാണെങ്കിൽ ബിയറിഷ് ആൻഡ് ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ബുള്ളിഷ്. സോ മാർക്കറ്റ് എന്തായി, നമ്മുടെ ലാസ്റ്റ് ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇവർ ചാനലൊക്കെ ബ്രേക്ക് ചെയ്തു, ബട്ട് എന്ത് ചെയ്തു, സസ്റ്റെയിൻ ചെയ്തു. കാരണം ഫോൾ വരുവാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇതാണ് ചിന്തിക്കേണ്ടത്, ഫോൾ വരുവാണെങ്കിൽ സഡൻ ഫോൾ വരും, മീൻസ് എക്സിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരും സഡൻ എക്സിറ്റ് ചെയ്യും. ബട്ട് അവർ പ്രൈസ് ഇവിടെ സസ്റ്റെയിൻ ചെയ്യും. ദാറ്റ് മീൻസ് അപ്പോൾ തന്നെ എനിക്ക് ഡൗട്ടായി. ശരിക്കും ഞാൻ ബിയറിഷ് ആയിരുന്നു, ബട്ട് എനിക്ക് ഡൗട്ടായി അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ രണ്ട് ഓപ്ഷൻസ് ഞാൻ പറഞ്ഞായിരുന്നു. ഇവിടെ ഇവിടെ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ആയാൽ മാത്രമേ നമ്മൾ ബിയറിഷ് ആവുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ പ്രൈസ് സസ്റ്റെയിൻ ചെയ്യുന്നത്. ഇത് ബൈങ് സോണാണ്, ഇവിടെ സസ്റ്റെയിൻ ചെയ്യുന്നത്. സോ ട്രാപ്പിംഗ് ആവാം, ഇവർ മുകളിലേക്ക് കൊണ്ടുപോയി സെല്ലിങ് ചെയ്യൂ ഓർ ബൗൺസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഞാൻ അതുകൊണ്ട് എടുത്ത് പറഞ്ഞായിരുന്നു, കാരണം ഇത് ഗ്രീൻ സോൺ എന്ന് പറഞ്ഞാൽ ബൈങ് സോണാണ്. റീസൺ എന്താ, ഇത് 1 hour ചാർട്ടാണ്. നിങ്ങൾ പ്രൈസ് സെക്ഷൻ അറിയുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഇത് നോക്കുക. ഇവിടെ ഒരു ഹൈ അടിച്ചിട്ടുണ്ട്, ഓക്കെ, ഹൈ ആൻഡ് ദെൻ ഒരു ചോച്ച് എന്ന് പറയില്ലേ നിങ്ങൾ, ചോച്ച്, ഓക്കെ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ് അബൌ ദ ഹൈ, ഓക്കെ. സോ അതിൻ്റെ ലാസ്റ്റ് ക്യാൻഡിൽ ഇത് ഒരു ബൈങ് സോൺ ആയിരുന്നു, ഓക്കെ. ഈ ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ടല്ലോ, അത് ശരിക്കും ഇത് ഈ ഒരു സോൺ ആക്ച്വലി ഒരു ഓർഡർ ബ്ലോക്ക് ആയിരുന്നു. ഓർഡർ ബ്ലോക്കാണ് ഇത്, ഈ ഒരു പോർഷൻ, ഇതൊരു ക്യാൻഡിൽ, ഓക്കെ. സോ അതാണ് ഇവിടെ വന്ന് പ്രൈസ് സ്റ്റോപ്പ് ചെയ്തു, ഇവിടുന്ന് കുറച്ച് കൺസോളിഡേറ്റ് ചെയ്തു. ബട്ട് നമ്മൾ ലൈവ് മാർക്കറ്റാണെങ്കിൽ ശരിക്കും നമുക്കിത് പിടിക്കാനായിരുന്നു. ബട്ട് എന്ത് ചെയ്തു, ഇവിടെ ക്ലോസിങ് ഇവിടെ തന്നെ നിർത്തിയിട്ട് സംശയം, ഡൗട്ടിലാണ് ഇവർ ക്ലോസിങ് നിർത്തിയത്. ക്ലോസിങ് ഒരു ഡൗട്ടിലായിരുന്നു, കാരണം പിറ്റേ ദിവസം സഡൻ ഗ്യാപ്പ് ഡൗൺ ആയാലും ദെൻ പ്രൈസ് പടെ ഇറങ്ങാൻ തുടങ്ങും. ബട്ട് ഇവർ ക്ലോസിങ് ഇവിടെ തന്നെ എടുത്തി. സോ ഗ്യാപ്പ് അപ്പ് ആയി മുകളിലേക്ക് പോയി. നമ്മുടെ ആക്ച്വൽ ലെവലായിരുന്നു ഇത്. ഒരു ലെവൽ ഞാൻ ലാസ്റ്റ് വീഡിയോ പ്രൊവൈഡ് ചെയ്ത ലെവലാണ് 24,435. ഫ്രഷ് സെല്ലിംഗ് ജനറേറ്റ് ആയി. ഈ റെഡ് ക്യാൻഡിൽ കണ്ടോ, ഫ്രഷ് സെല്ലിംഗ് ജനറേറ്റ് ആയത്. സോ അതാണ് ഞാൻ ഈ ലെവൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് ഓപ്പണിംഗ് ആയി, പ്രൈസ് ഓൾമോസ്റ്റ് അവിടെ വരെ പോയി, പിന്നെ വീണ്ടും വന്നു ഒരു സെല്ലിംഗ് ആൻഡ് ദെൻ ഇവിടുന്ന് വീണ്ടും ഒരു ബൈങ് ജനറേറ്റ് ആയി ആൻഡ് ടച്ച് ആയത്, ക്ലോസിങ് ആയത് നമ്മുടെ ഈ ചാനലിൻ്റെ അപ്പർ പോർഷനിലാണ് ക്ലോസിങ് ആയത്, കറക്റ്റ് ഓൺ ടോപ്പ്. നമ്മുടെ നെക്സ്റ്റ് ലെവൽ റെസിസ്റ്റൻസ് ആയിരുന്നു 24,595. ആ ഒരു റേഞ്ചാണ് നമ്മുടെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിരുന്നു. അവിടെയാണ് ഇവർ കറക്റ്റ് ക്ലോസിങ് ചെയ്തിരിക്കുന്നത്. സോ ഇനി എന്തായാലും ഓവറോൾ നമ്മുടെ ഈ സ്ട്രക്ചർ മാറിയിട്ടുണ്ട്, ഓക്കെ. ബുള്ളിഷാണ് ഇവിടെ കാണിക്കുന്നത്. ബട്ട് നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോ, ഇവിടെ ഗ്യാപ്പ് ഡൗൺ, പ്രൈസ് താഴേക്ക് വന്നു, ഓക്കെ, ഇവിടെ ക്ലോസ് ചെയ്തു, പിന്നെ നെക്സ്റ്റ് ഡേ ഗ്യാപ്പ് അപ്പ്, ദെൻ സെല്ലിംഗ് വന്നു, പിന്നെ ഗ്യാപ്പ് അപ്പ്, പിന്നെ സെല്ലിംഗ് വന്നു, ഗ്യാപ്പ് അപ്പ്, പ്രൈസ് സസ്റ്റെയിൻ ചെയ്തു, അത് കഴിഞ്ഞ് ഗ്യാപ്പ് ഡൗൺ, പിന്നെ പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് താഴെ കൊണ്ടുവന്നു, പിന്നെ ഒരു ഡേ സ്പെൻഡ് ചെയ്തു. ഓവറോൾ കൺഫ്യൂഷനാണ് ഇത്. കൺഫ്യൂസാണ് മൊത്തത്തിൽ മാർക്കറ്റിൽ ഒരു കൺഫ്യൂഷൻ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ, ഓക്കെ. റീറ്റെയിലേഴ്സിനെ ശരിക്കും അവർ കൺഫ്യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾ പ്രൈസ് ആക്ഷൻ മനസ്സിലാക്കുക, എന്താ റൈസ് ചെയ്യുന്നത്, അതാണ് നമ്മൾ നോക്കേണ്ടത്. BTST ശരിക്കും ഈ സമയത്ത് ഓവറോൾ അവോയ്ഡ് ചെയ്യുക, ഓക്കെ. ഇപ്പോൾ ഈ ചാനൽ, ഈ പോലൻ ഫ്ലാഗ് ഞാൻ പറയാറുണ്ടല്ലോ, കുറച്ച് ദിവസമായിട്ട് ഞാനിത് പറഞ്ഞു, എൻ്റെ റെഗുലർ വീഡിയോസ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരു 3-4 ലാസ്റ്റ് വീക്കിൻ്റെ വീഡിയോ നിങ്ങൾ നോക്കുവാണെങ്കിൽ അതിനകത്ത് അറിയാൻ പറ്റും, ഇതൊരു പോലൻ ഫ്ലാഗ്, അത് ബിയറിഷ് പോലൻ ഫ്ലാഗ് ആണ് ഇതായിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട, ഇത് ഇതാണ് ഫ്ലാഗ്. ഈ പോലൻ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ബിയറിഷ് ആണ്. സോ അവർ ട്രാപ്പ് ചെയ്യുന്നുണ്ട് ഓവറോൾ. ഇപ്പോൾ ഈ സ്ട്രക്ചറും ഇവിടെ മാറ്റി, ഇത് കണ്ട, ശരിക്കും നമ്മൾ നേരത്തെ ഇങ്ങനെ ആയിരുന്നു, ബട്ട് ഇവരിപ്പോൾ ഇങ്ങനെ ആക്കി. നമ്മുടെ കയ്യിലല്ല ഒന്നും, എല്ലാം ഓപ്പറേറ്റേഴ്സിൻ്റെ കയ്യിലാണ്. സോ അവർ ഓവറോൾ ഇപ്പോൾ സ്ട്രക്ചർ വീണ്ടും മാറ്റി ചെറിയൊരു വ്യത്യാസം പെടുത്തിയിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു പോളിൽ ഫ്ലാഗ് ഉണ്ടാക്കി വെക്കുക.
റെസിസ്റ്റൻസ് നമ്മുടെ ഫ്രഷ് റെസിസ്റ്റൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് 24,695 ഓവറോൾ 600 വിചാരിച്ചു നിങ്ങൾ. അതാണ് നമ്മുടെ ഇപ്പോൾ റെസിസ്റ്റൻസ് സോൺ. ഓവറോൾ അവിടെയാണ് ഇപ്പോൾ ക്ലോസിങ് തന്നിരിക്കുകയാണ്. അവർ റെസിസ്റ്റൻസിലാണ് ക്ലോസിങ് തന്നെ. ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ ഇപ്പോൾ സപ്പോസ് നാളെ മൺഡേ നെക്സ്റ്റ് ട്രേഡിംഗ് സെഷൻ മൺഡേ ആണ്. സോ മൺഡേ ഗ്യാപ്പ് അപ്പ് ഓർ ഫ്ലാറ്റ് ടു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ചെയ്താൽ 24,600 അബവ് സസ്റ്റെയിൻ ചെയ്താൽ 24,600 അബവ് സസ്റ്റെയിൻ ചെയ്താലേ മാത്രമേ ഈ ചാനലിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ചാനലിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോൾ ഷോർട്ട് കവറിങ് വരാൻ തുടങ്ങുന്നു. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞായിരുന്നു ഷോർട്ട് കവറിങ്ങിൻ്റെ. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ തന്നെ ഞാൻ എടുത്ത് പറഞ്ഞായിരുന്നു 24,430 അബവ് ഈ ഒരു റെഡ് ലൈൻ ഇതിൻ്റെ അബവ് പ്രൈസ് 16 ആകാൻ തുടങ്ങിയാൽ പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും SL എടുക്കാൻ തുടങ്ങും മാർക്കറ്റ്. ഓക്കെ, സോ അതാണ് ഇപ്പോൾ ഇവിടെ ഒരു പ്രൈസ് ഇവിടെ കൊണ്ടുപോകും. നമ്മൾ ഇപ്പോൾ ആക്ച്വലി 50 മിനിറ്റ്സിൽ നമ്മൾ പോയി നോക്കുകയാണെങ്കിലുണ്ടല്ലോ 50 മിനിറ്റ്സ് ആയിട്ട് വീഡിയോ ലോങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഞാൻ അത്രയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. റീസൺ നിങ്ങൾ ആ പ്രൈസ് ആക്ഷൻ മനസ്സിലാക്കിയെടുക്കുക. ദാറ്റ് മീൻസ് ഇത് എല്ലാം ഓവറോൾ ഇവിടെ ഇരിക്കുന്ന SL, ദാറ്റ് മീൻസ് ഇവിടെ ഇങ്ങനെ ഷോർട്ട് ചെയ്ത ആളുകൾ അവരുടെ എല്ലാവരുടെ ഓവറോൾ SL ആയിരുന്നു ഇത്. ഓക്കെ, സോ ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ചെയ്ത ഈ റെഡ് ലൈൻ ഇവിടെ സസ്റ്റെയിൻ ചെയ്ത് കണ്ടോ പ്രൈസ് ലാസ്റ്റ് വീഡിയോ ഇവിടെ കൺസോളിഡേറ്റ് ചെയ്തു. ദെൻ ബ്രേക്ക് ഔട്ട് കിട്ടിയിരിക്കുന്നതാണ്. ബ്രേക്ക് ഔട്ട് ദാറ്റ് മീൻസ് ഇവിടുന്ന് ഫുൾ പിന്നെ ചെറുപ്പുറം മുകളിലേക്ക് കയറാൻ തുടങ്ങി. അതാണ് നമ്മൾ ആക്ച്വലി മനസ്സിലാക്കിയെടുക്കുന്നത്. ലാസ്റ്റത്തെ സെൽ ഇവിടെ സെല്ലടിച്ചു, ഇവിടുന്ന് സെല്ലടിച്ചു വരും, പിന്നെ താഴേക്ക് പിന്നെ കൺസോളിഡേറ്റ് ലാസ്റ്റത്തെ SL ആയിരുന്നു ഇത്. ഓക്കെ, പിന്നെ ഇവിടുന്ന് ലാസ്റ്റ് SL കൂടി അത് എടുത്തിട്ട് മാർക്കറ്റ് ഓവറോൾ സ്ട്രക്ചർ ഓവറോൾ ചേഞ്ച് ആയിട്ടുണ്ട്. ബട്ട് ഇത് റെസിസ്റ്റൻസ് ആണ് നെക്സ്റ്റ്. ദാറ്റ് മീൻസ് ഇവിടെ ഫ്രഷ് സെല്ലിംഗ് നേരത്തെ ജനറേറ്റ് ആയത് ആളുകളാണ് അത്. സോ ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആയാലും ഓക്കെ, അല്ലെങ്കിൽ വീണ്ടും താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. വീണ്ടും ഈ ചാനലിൽ തന്നെ താഴേക്ക് ഇറങ്ങി വരും. അപ്പോൾ സപ്പോർട്ട് വരുന്നത് നമ്മുടെ 24,200 ആയിരിക്കും. അത് ഗ്രീൻ ലൈനായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് കേട്ടോ. ഇത് ഗ്രീൻ ആയിട്ട് ഇത് ഗ്രീൻ ആക്കി ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, പിന്നെ ഇനി നമ്മുടെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് ഈ ഒരു സോണാണ്. യെസ്, 660 ആൻഡ് 700 വരെ പോകാൻ ചാൻസ്. 60 to 700 അതായിരിക്കും നെക്സ്റ്റ് നമ്മൾ റെസിസ്റ്റൻസ്. അത് റെഡാക്കി മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. സോ എന്തായാലും ഈ ലെവലുകൾ മാർക്ക് ചെയ്ത് വെക്കുക. നമ്മൾ ഷോർട്ട് കവറിങ് വരാനുള്ള ചാൻസസ് ഇപ്പോൾ കൂടുതലാണ്. ബട്ട് ഇനി ഗെയിം നാളെ വേറെന്തെങ്കിലും പറയാതിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഫുൾ ട്രാപ്പിങ്ങിലാണ്. ഇനി ട്രാപ്പിംഗ് ചെയ്യാനെടുത്തവർ ഇനി ഫ്ലാറ്റ് ടു നെഗറ്റീവ് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഈ ചാനലിൽ തന്നെ ആയിരിക്കുള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. ഐ തിങ്ക് ഇവർ ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞു. ഈ ട്രാപ്പിംഗ് മെയിൻ ട്രാപ്പിംഗ് ഇവിടുന്ന് ബൈങ് നടത്തി. ദാറ്റ് മീൻസ് ജെന്വൻ ബയേഴ്സ് ആണെങ്കിൽ ഇവിടെ ജെന്വൻ ബയേഴ്സ് ആണെങ്കിൽ ദെൻ ഈ ചാനലിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടും. ദെൻ മുകളിലത്തെ ലെവൽസ് നമുക്ക് കിട്ടാൻ തുടങ്ങും. ഓക്കെ, സോ എന്തായാലും ഞാൻ അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോസ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഞാൻ ചാർട്ട്സൊക്കെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. സോ എല്ലാവരും കൂടി ഇനി ഹെൽപ്പ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. നമ്മൾ ഇനി ബാങ്ക് നിഫ്റ്റി ചാർട്ടിലേക്ക് കിടക്കാം. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഞാൻ കിടക്കാം. എല്ലാവരും കൂടി നന്നായിട്ട് ഒന്ന് ഫോർവേഡ് ചെയ്യുക കേട്ടോ. ഫോർവേഡ് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടണം, വ്യൂവേഴ്സ് കൂടണം, എൻ്റെ കൂടെ ആളുകൾ കൂടുതൽ അറ്റാച്ച് ആവണം. സോ എല്ലാവരും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വ്യൂവേഴ്സ്. നമ്മളിനി ഫസ്റ്റ് ടൈമാണ് ബാങ്ക് നിഫ്റ്റി ചാർട്ടിലേക്ക് കിടക്കാൻ പോവുക. ഫസ്റ്റ് ടൈം ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുക. റീസൺ ബാങ്ക് നിഫ്റ്റിയുടെ ഞാൻ എത്ര നാളായിട്ട് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യില്ല. ബട്ട് എനിക്ക് ഉണ്ടല്ലോ ബാങ്ക് നിഫ്റ്റി ഞാൻ ഓൾറെഡി നേരത്തെ വരച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് ഈ ബോക്സ്. റീസൺ ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ തോന്നി. റീസൺ ഇതിൻ്റെ ഈ ഒരു ബോക്സിലാണ് കുറേ ദിവസമായിട്ട് നമ്മുടെ ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനകത്താണ് ട്രേഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി കൺസോളിഡേഷൻ ആണ് എന്ന് പറയാത്. ഓക്കെ, സോ ഇത് കണ്ടോ, ഗ്യാപ്പ് ഡൗൺ താഴേക്ക് വന്നു, പിന്നെ ബൗൺസ്, പിന്നെ താഴേക്ക് വന്നു, പിന്നെ ബൗൺസ്, പിന്നെ താഴേക്ക് വന്നു. എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്താ കാണുന്നുണ്ടത്. കാരണം ഞാൻ സ്പെഷ്യലി ഇതിനകത്ത് കാണിക്കാൻ പോകുന്നത് എനിക്ക് ഇത് 1 hour ചാർട്ടാണ്. ഓക്കെ, ഇത് കണ്ടോ, മുകളിലേക്ക് പിന്നെ താഴെ, പിന്നെ ഇതൊരു ലെഫ്റ്റ്. എന്താ കാണുന്നത്? ഈ പാറ്റേൺ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുമല്ലോ കേട്ടോ. ഇത് ലെഫ്റ്റ് ഷോൾഡർ, ദെൻ ഹെഡ് ആൻഡ് റൈറ്റ് ഷോൾഡർ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ആയിട്ടില്ല, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, എടുത്തു പറഞ്ഞു. ഇന്ന് ആയിട്ടില്ല, ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, സോ ഞാനത് പാത്ത് ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. യെസ്, എഴുത്ത പാത്ത്. ഓക്കെ, ലെഫ്റ്റ് ഷോൾഡർ ആൻഡ് ദെൻ റൈറ്റ് ഷോൾഡർ, ലെഫ്റ്റ് ഷോൾഡർ, ഹെഡ് ആൻഡ് റൈറ്റ് ഷോൾഡർ ആയിക്കൊണ്ടിരിക്കുന്നു. ആയിട്ടില്ല കേട്ടോ. യെസ്, സ്റ്റോപ്പ്.
ഇത്രേ ഉള്ളൂ. ഇനി 15 മിനിറ്റ്സ് ചാർട്ടിൽ ഞാൻ ഒരു സംഭവം വേറൊരു ഒരു ഇത് കാണിച്ചു തരാം. 15 മിനിറ്റ്സ് ചാർട്ടിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഇതിനകത്ത് വിസിബിൾ ആയിരിക്കും. ഇത് കണ്ടോ ലെഫ്റ്റ് ഷോൾഡർ, ഹെഡ് ആൻഡ് ടാപ്പ് ആൻഡ് റൈറ്റ് ഷോൾഡർ. സോ ഓൾമോസ്റ്റ് പ്രൈസ് ആക്ഷൻ നമ്മൾ ഓൾമോസ്റ്റ് നോക്കുകയാണെങ്കിലല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇത് 50,800 ഇതിൻ്റെ അബവ് 15,800 അബവ് ബാങ്ക് നിഫ്റ്റി ബൈ ചാൻസ് സസ്റ്റെയിൻ ആയാൽ സഡൻ ഷോർട്ട് കവറിങ് വരും ടു 51,080 ആൻഡ് 51,200 to 250 വരെ പോകാൻ ചാൻസസ് ഇവിടെ കാണുന്നുണ്ട് എനിക്ക്. ബട്ട് ആഫ്റ്റർ ദി ബ്രേക്ക് ഔട്ട് മാത്രമേ ഞാൻ പറയുള്ളൂ, നേരത്തെ ഞാൻ പറയില്ല. ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ കൂടുതൽ ബിലീവ് ചെയ്യുന്നത് പ്രൈസ് ആക്ഷനിലാണ്. ഓക്കെ, യെസ്, നമ്മുടെ ഈ ടാർഗറ്റ് ഞാനിപ്പോൾ അത് വരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കൂടുതൽ ബിലീവ് ചെയ്യുന്നത് നമ്മുടെ പ്രൈസ് ആക്ഷനിലാണ്, ലൈവ് മാർക്കറ്റിലാണ് ബിലീവ് ചെയ്യാറുള്ളൂ. ഇത് പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. ബട്ട് ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടിയാലേ മാത്രമേ ഞാനും ട്രേഡ് ചെയ്യുള്ളൂ. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അപ്പോഴാണ്. ഇത് ബ്ലൂ ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഫൈനൽ ടാർഗറ്റ് ഞാൻ ഇവിടെ പറഞ്ഞിട്ട് 21,800 ടു യെസ് ഇവിടെ സിങ്ക് ആവണം. ഇത് 51,000 to 280 അവിടെ വരെ സിങ്ക് ആവണം. ഇത് ഓക്കെ, അവിടെ ടച്ച് ആവണം. ബട്ട് ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ 50,800 ബ്രേക്ക് ഔട്ട് ആവണം. സസ്റ്റെയിൻ ചെയ്യൽ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ സസ്റ്റെയിൻ ആവണം. 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ സസ്റ്റെയിൻ ആയി കഴിഞ്ഞാൽ ഈസിലി നമുക്ക് ഇത് കിട്ടും. ഈ രണ്ട് ടാർഗറ്റ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. വിത്ത് വോള്യൂം കിട്ടുകയാണെങ്കിൽ ദെൻ ബെസ്റ്റാണ്. സോ ഇച്ചിരി ലേറ്റ് എൻട്രി ആയാലും തിരക്ക് പിടിക്കരുത്. കാരണം ലേറ്റ് എൻട്രി ആണെങ്കിൽ ബെസ്റ്റ് എൻട്രി ആയിരിക്കും. ടാർഗറ്റ് നല്ല ടാർഗറ്റ്സ് ആണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഇത്രയ്ക്ക് ടാർഗറ്റ്സ് നിസ്സാരമായിട്ട് പോയ ടാർഗറ്റ്സ് അല്ല. ഐ തിങ്ക് 50,800 ദെൻ 200 ഓക്കെ 200 സംതിങ് ആൻഡ് 500 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റ് നിങ്ങളുടെ മുമ്പിലുണ്ടാവും. ബട്ട് കറക്റ്റ് ട്രേഡ് നിങ്ങൾ പിടിച്ചാൽ മാത്രമേ അത്ര വലിയ 500 പോയിൻറ്റ്സ് ബാങ്ക് നിഫ്റ്റിയിൽ ഐ തിങ്ക് സൂപ്പറാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ബാങ്ക് നിഫ്റ്റി 52,300 അബവ് എന്ന് വിചാരിച്ചു. അത് 51,300 ഓക്കെ 51,300 അബവ് സസ്റ്റെയിൻ ആയാൽ ദെൻ ബൂം നല്ല ടാർഗറ്റ്സ് നിങ്ങൾക്ക് കിട്ടാൻ പോവുക. കാരണം അപ്പോഴാണ് ഈ മേജർ ട്രെൻഡ് ലൈൻ ഇവിടുന്ന് കണ്ടോ 1 ടാപ്പ്, 2nd ടാപ്പ്, 3rd ടാപ്പ്. ഓക്കെ, അതിൻ്റെ 4th ടാപ്പാണ് ബ്രേക്ക് ഔട്ട് ആവുള്ളൂ. ബട്ട് അത് എളുപ്പത്തിനാവില്ല, അതിൻ്റെ ഇച്ചിരി സമയം എടുക്കും എന്ന് വെച്ചാൽ നോട്ട് ഇൻട്രഡേയിൽ ഐ തിങ്ക് പോസിബിൾ ആണ് എന്ന് പറയാം. ബട്ട് ഫസ്റ്റ് നമുക്കിത് പിടിക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ചിലപ്പോൾ റിജക്ഷൻ വരും, പിന്നെ താഴേക്ക് വരും, പിന്നെ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് ലിക്വിഡിറ്റി ഞാൻ എപ്പോഴും പറയാറുണ്ട്. ദാറ്റ് മീൻസ് ഫസ്റ്റ് ഇവിടെ വരെ വന്നു. ഓക്കെ, ഇവിടെ താഴെ നമ്മളധികം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ഓവറോൾ ഇത്ര കൺസോളിഡേഷൻ കഴിഞ്ഞു. ഫോൾ വരാനാണെങ്കിൽ പണ്ടേ വന്നേനെ, സെലേഴ്സ് സഡൻ എക്സിറ്റ് ചെയ്യും. സോ പടെ ഇവിടുന്ന് ഓൾറെഡി ബ്രേക്ക് ഡൗൺ വന്നേനെ. ബട്ട് പ്രൈസ് സസ്റ്റെയിൻ ചെയ്യുന്നത് ദാറ്റ് മീൻസ് ബുൾസ് ആർ അറ്റാക്കിംഗ് ടു പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോകാൻ ബുൾസ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ബ്രേക്ക് ഔട്ടാണ് ഇപ്പോൾ ഇവിടുന്ന് പോസിബിളാണ്. ഇത് പ്ലേ ചെയ്യുക, പിന്നെ ഇവിടുന്ന് റിജക്ഷൻ വരും. ആ റിജക്ഷൻ ഇവിടെ വരെ വന്നിട്ട് സസ്റ്റെയിൻ ചെയ്യും. വീണ്ടും ബ്രേക്ക് ഔട്ട് തന്നെയാണെങ്കിൽ അത് ഗുഡ് ബ്രേക്ക് ഔട്ട് ആയിരിക്കും, നല്ല ബ്രേക്ക് ഔട്ട് ആയിരിക്കും, ഹ്യൂജ് ബ്രേക്ക് ഔട്ട് ആയിരിക്കും ബാങ്ക് നിഫ്റ്റിക്ക്. അത് കഴിഞ്ഞിട്ട് ഓക്കെ, ബട്ട് അത് 51,300 അബവ് മാത്രമേ. ഓക്കെ, ഞാൻ അത്ര ക്ലിയർ ആയിട്ട് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ബാങ്ക് നിഫ്റ്റി ആയാലും രണ്ട് ഇൻഡെക്സ്. സോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ വേറൊരു കാര്യം ബാങ്ക് നിഫ്റ്റിയിലേക്ക് പറയാനുള്ളത്, ബാങ്ക് നിഫ്റ്റി ആയിരിക്കും ഇനി നെക്സ്റ്റ് വീക്ക് ഒരു നാളത്തെ മൺഡേത്തെ താരം. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ആയിരിക്കും മൺഡേത്തെ ഓർ നെക്സ്റ്റ് വീക്കിലെ താരം. റീസൺ അതിൻ്റെ പ്രൈസ് ആക്ഷൻ സൂപ്പറാണ്, അടിപൊളിയാണ്. നിഫ്റ്റി അത്രയ്ക്ക് ബുള്ളിഷ് അല്ല. ബാങ്ക് നിഫ്റ്റി മച്ച് ബെറ്റർ ആണ് നിഫ്റ്റിനേക്കാളും. സോ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യാൻ നോക്കുക. നിഫ്റ്റി സ്ലോലി നൈസായിട്ട് പോകുള്ളൂ, ചിലപ്പോൾ കൺസൾട്ടേഷൻ ചിലപ്പം അങ്ങനെ ആവാം. ബട്ട് ബാങ്ക് നിഫ്റ്റി ആയിരിക്കും നിഫ്റ്റീനെ കൊണ്ടുപോകണത് മുകളിലേക്ക്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ആയിരിക്കും നിഫ്റ്റീനെ കൊണ്ടുപോകണത്. ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. ചുമ്മാ സഡൻ ചാടരുത്, ആരും ചാടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇഷ്ടംപോലെ സമയം നമുക്ക് ഇൻ ഫ്യൂച്ചർ ഉണ്ട്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പതിയെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ, കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണു. നമ്മൾ ആദ്യം ട്രാക്ക് ചെയ്യുക. ഇൻ ഫ്യൂച്ചർ നന്നായിട്ട് നല്ല ട്രേഡ്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, മനസ്സിലാക്കി എടുത്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റബിൾ ജേർണി നിങ്ങൾക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വീഡിയോ ലോങ് ആയിക്കൊണ്ടിരിക്കുന്നത്. സി യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ.